കേരള രാഷ്ട്രീയത്തിൽ ഒരു അധികപ്പറ്റാണോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ? അധികപ്പറ്റാണെന്നാണ് അമ്പലപ്പുഴ MLA G സുധാകരൻ പറയുന്നത്. എന്താണ് CPMന്റെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാർക്സിസം മുമ്പോട്ട് വെക്കുന്ന തത്വശാസ്ത്രത്തെ പറ്റിയിട്ടോ യാതൊരു ധാരണയും ഇവരും MV ഗോവിന്ദനില്ല. അദ്ദേഹം ഉടനടി ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, വർഗവഞ്ചകൻ എന്ന് G സുധാകരനെ വീണ്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹം മുദ്ര കുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് വർഗവഞ്ചകൻ എന്നതുപോലും ഈ MV ഗോവിന്ദൻ അറിയില്ല എന്നാണ് G സുധാകരൻ പറയുന്നത്. അല്ല, അത് G സുധാകരൻ്റെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ തീരെ അറിവില്ലാത്ത ഒരാളാണ് അദ്ദേഹം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് എൻ്റെ ചോദ്യം, അപ്പോൾ ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് വരെ ഇതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് 3 മാസം മുമ്പ് വരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം അത്തരത്തിലുള്ളൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അപ്പം അന്നേരം കുഴപ്പമില്ലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ, അതായത് 4 മാസം മുമ്പ് വരെ അദ്ദേഹം CPMൻ്റെ പാർട്ടി മെമ്പറായിരുന്നല്ലോ. CPMൻ്റെ പാർട്ടിയുടെ മെമ്പറായിരിക്കുമ്പോഴാണല്ലോ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായമില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ഇമോഷണലി പറഞ്ഞൊരു അഭിപ്രായമായിട്ട് എടുത്താൽ മതി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ MV ജയരാജൻ അദ്ദേഹം കണ്ണൂർ വിഷന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ തെറ്റ് തിരുത്തിയിട്ട് ഈ പാർട്ടിയിലുള്ള ആളുകൾക്ക്, അതായത് ഇതിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള കുഞ്ഞികൃഷ്ണനും അതുപോലെ TK ഗോവിന്ദൻ മാഷിനും ഒക്കെ വേണമെങ്കിൽ തിരികെ വരാം എന്നുള്ളത് പറഞ്ഞിരുന്നു. നമ്മുടെ G സുധാകരൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അങ്ങനെയല്ല, അവർ വർഗവഞ്ചകരാണ് എന്നുള്ളത് പറഞ്ഞു. ഈ വർഗവഞ്ചകർ എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് ലെനിൻ പണ്ട് ഉപയോഗിച്ച വാക്കൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുകയും ഇപ്പോഴുള്ള തലമുറക്ക് അതൊന്നും സൂചിക്കുകയും ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ എങ്കിലും പാർട്ടി ഭാഷയിൽ, പാർട്ടി ലാംഗ്വേജിൽ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു എന്നുള്ളത് വിചാരിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് G സുധാകരൻ ഇപ്പോൾ ഇതിനെതിരെ നിലപാടുണ്ടായത്. പിന്നെ അല്ലാതെ വേറെ സംഭവം ഒന്നുമില്ല. കണ്ണൂർ 5 സീറ്റാണ് നഷ്ടപ്പെട്ടത്, കോൺഗ്രസ് കൊണ്ടുപോയത്. കണ്ണൂരൊക്കെ 5 സീറ്റ്, പല സീറ്റും ഒക്കെ ഇതിനു മുമ്പ് എല്ലാവർക്കും നഷ്ടപ്പെടേണ്ടത്. കെ കരുണാകരൻ ഇവിടെ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഇവിടെ TK ഗോവിന്ദൻ അടക്കമുള്ളവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് നിങ്ങൾക്ക് ഈ കടുംപിടുത്തം? തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് തെറ്റ് സംഭവിച്ചത്? ഇപ്പൊ തെറ്റില്ലേ? എന്താ തെറ്റെന്താ സംഭവിക്കണം നിങ്ങൾ പറയോ? ഇനി ഈ ഇന്റർവ്യൂവിൽ ഈ MV ജയരാജന്റെ വാദത്തിൽ വേറെ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചുമ്മാ ആടിനെ പട്ടിയാക്കണേണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ലോകം മുഴുവൻ പറ്റിക്കുക, എന്നെ പറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വേറെ 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുക. ആ 3 ചോദ്യം എന്താണെന്ന് വെച്ചാൽ, PM ശ്രീയിൽ ഇത് തുടർന്നുകൊണ്ട് പോകുന്നതിൽ ഈ G സുധാകരൻ്റെയും അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷിൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെ ഒപ്പീനിയൻ എന്താണ്? രണ്ടാമത്തത്, മറ്റേ ബെക്കാഡിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അദാനിയുടെ കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം ഇത്തരത്തിൽ SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥരെ കീ പൊസിഷനിൽ വെക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം ഒന്നും പറയാൻ. എനിക്ക് ശരിക്കും തോന്നുന്നത് എന്താ സാറേ, CPMനെ ബോധപൂർവം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തകർക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഏത് പാർട്ടിക്കും ഒരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ആ പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയുണ്ടാവും. അതിനെ തിരുത്തിക്കൊണ്ട് തിരിച്ചു വരികയാണ് വേണ്ടത്. അപ്പം തെറ്റാദ്യം ഉണ്ടെന്ന് കണ്ടെത്തുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ CPMനെതിരെ നടന്നത് മുഴുവൻ മാധ്യമങ്ങളുടെ ഒരു പ്രചരണം മാത്രമാണെന്നൊക്കെയുള്ള വിലയിരുത്തൽ ആ പാർട്ടിയെ തന്നെ തകർക്കാൻ മാത്രമല്ലേ സഹായിക്കുള്ളൂ. CPMൻ്റെ തെറ്റെന്താണെന്ന് CPMന് കൃത്യമായിട്ട് അറിയാം. ആ CPMൻ്റെ പൊളിറ്റ് ബ്യൂറോയിൽ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൊളിറ്റ് ബ്യൂറോ പറഞ്ഞു, ഇത് പോരാ, നിങ്ങൾ വീണ്ടും കറക്റ്റായി പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരേ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാനൊക്കെ അടക്കം CPMനെ നേരത്തെ വിമർശിച്ചതാണല്ലോ. പക്ഷെ അപ്പോഴും എനിക്കറിയാം, ഞാൻ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ടുള്ള CP ജോണേട്ടനോട് ഞാൻ സംസാരിച്ചപ്പോൾ ജോണേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു വാചകം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. യഥാർത്ഥത്തിൽ തോറ്റാലും ജയിച്ചാലും അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ CPM ആണ്. അതായത് കൃത്യമായ അവരുടെ നയങ്ങളുള്ള പാർട്ടിയാണ്, അതുപോലെ പഠിച്ചിട്ടുള്ള പാർട്ടിയാണ്. പിന്നെ ഗൗതമൊക്കെ വിചാരിക്കുന്ന പോലെ ഈ തോൽവി ലോകത്തിൻ്റെ അവസാനമാണ് എന്നുള്ള നിലക്കുള്ള അവതരണമൊക്കെ വേറെ ആരുടെയെങ്കിലും എടുത്ത് നടത്തിയാൽ മതി. ഇപ്പോഴും 81 ലക്ഷം വോട്ട് കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലിത്. ശരിയാണ്, ബംഗാളിലും ത്രിപുരയിലും ഒക്കെ തകർന്നു പോയിട്ടുണ്ട്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്തോ മഹത്തായ തോൽവിയാണ്. ഇതിനു മുമ്പ് എന്തൊക്കെ തോൽവികൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ കെ കരുണാകരൻ്റെ കീഴിൽ വലിയ തോൽവി കോൺഗ്രസ് നേരിടുകയും വളരെ നിസ്സാരമായിട്ടുള്ള നമ്പറുകൾ, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇതൊക്കെ പറയാം, അത്തരത്തിൽ ഇവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ DMK ഭരിച്ചുകൊണ്ടിരുന്ന ആകെ 2 സീറ്റ് ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ കരുണാനിധി രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്, നാണക്കേട് കാരണം. ആ പാർട്ടിയാണ് പിന്നെ കഴിഞ്ഞ 10 കൊല്ലത്തോളം തമിഴ്നാട് ഭരിച്ചിരുന്നത്.
അപ്പൊ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടെന്ന്. അതുകൊണ്ട് ഇത് ഒന്നിന്റെ അവസാനമൊന്നുമല്ല. പിന്നെ എന്റെ ചോദ്യം തിരിച്ച് ജി സുധാകരനോടും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനോടും അതുപോലെ തന്നെ ടി കെ ഗോവിന്ദ മാഷോടുമാണ്. നിങ്ങൾ PM ശ്രീയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ UDF കാരല്ലല്ലോ, നിങ്ങൾ UDF സ്വതന്ത്രരാണല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയാൽ ഇതൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കും. അത് എനിക്ക് വിരോധമൊന്നുമില്ല, അങ്ങനെ നിന്നാൽ മതി. പക്ഷെ ഇത് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ആടിനെ പട്ടിയാക്കാണ്. ഈ 3 ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള നയ നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ വരാം എന്നാണ് എം വി ജയരാജൻ പറഞ്ഞത്. സംഘപരിവാർ ഒരു വലിയ ശക്തിയായിട്ട് കേരളത്തില് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോലും പറഞ്ഞു, ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിൽക്കേണ്ടത് ഒരു അനിവാര്യമാണ്. CPM തകർന്നു കഴിഞ്ഞാൽ ആ സ്പേസ് കവരാൻ പോകുന്നത് സംഘപരിവാറാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് CPM യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത്. CPM-ന് തിരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ CPM-ന്റെ തെറ്റുകൾ നിങ്ങളൊന്ന് പറയാതെ. ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം കേരളത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അതായത് ഒരു തെറ്റുണ്ടാ ശരിയുണ്ടാകുന്നൊന്നും ചിന്തിക്കാതെ. ഇപ്പൊ EK നായനാർ ഭരിച്ചിരുന്നപ്പോൾ എന്തായാലും തെറ്റി? എന്തിനാണ് EMS മന്ത്രിസഭ താഴേക്ക് പോയത്? വിമോചന സമരത്തിലൂടെ EMS-ന്റെ മന്ത്രിസഭ താഴേക്ക് പോയല്ലോ. തെറ്റെന്തായിരുന്നു ഗൗതത്തിന് അറിയോ? എന്തായാലും തെറ്റി? സ്കൂളുകളിൽ കൃത്യമായിട്ട് എന്താണ് നേരത്തെ വന്ന് മറ്റേ ടീച്ചേഴ്സൊക്കെ ഒപ്പിട്ടിട്ട് എന്ത് ചെയ്യുമായിരുന്നു? മറ്റേ പകുതി ശമ്പളമോ കാൽഭാഗം ശമ്പളം കൊടുത്ത് ബാക്കിയുള്ളത് മാനേജ്മെന്റുകൾ ഏറ്റെടുക്കുമായിരുന്നു. ഭൂപരിഷ്കരണം നടത്തിയായിരുന്നു. നിരവധി പദ്ധതികൾ കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നു അത് മഹത്തായ ഗവൺമെന്റ് ആയിരുന്നു ഇല്ലേ? ഇപ്പോ CPM-ന് വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഞാൻ ഈ തോറ്റ സമയത്ത് പറയുന്ന കാര്യം കേട്ടതാണ്. അവര് ഈ കാർട്ടൂണൊക്കെ പലരും ഇറക്കിയിട്ടൊക്കെ ഉണ്ടായി. അതിലെന്ന് പറയുന്നത് താൻ മാത്രമാണ് പാർട്ടി എന്ന് വിചാരിച്ചപ്പോൾ ജനം പിടിച്ചങ്ങ് ഉന്തിക്കളഞ്ഞു. അപ്പൊ CPM എന്ന് പറഞ്ഞാൽ ആരാ? പിണറായി വിജയനാണോ? ഞാൻ എനിക്ക് എപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, താങ്കളുടെ ആ ബുദ്ധിജീവി സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത്. ഇത് ഈ നാട്ടിൽ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായി ഒരു ആളുകളുടെ ഇടക്കോട്ട് ഒരു ബിംബവൽക്കരണം നടത്തിയതാണ്. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിലുള്ള സത്യം എന്താ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 66 ലക്ഷം വോട്ടുകൾ മറ്റേ ലോക്സഭയിലേക്കും 71 ലക്ഷം വോട്ടുകൾ ലോക്കൽ ബോഡിയിലേക്കും 81 ലക്ഷം വോട്ടുകളാണ് നിയമസഭയിലേക്ക് കിട്ടിയത്. അപ്പൊ പിണറായി വിജയന്റെ മുഖം കാണിച്ചുകൊണ്ടാണ്. ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കറക്റ്റാണ്. 2021 മുതൽ 25 വരെയുള്ള 4 കൊല്ലം 5 കൊല്ലങ്ങൾ കൊണ്ട് ഗംഭീരമായി പണിയെടുത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ജനകീയമായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതി നടത്തിയിരുന്നു. ആ നിർമ്മിതിയെ ചെറുക്കാൻ CPM-ന് കഴിഞ്ഞില്ല. ആ നിർമ്മിതിയിൽ പെടുന്നതാണ് മറ്റേ കടക്കു പുറത്തും അതുപോലെ വീട്ടിൽ പോയി ചോദിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. ഒന്നിൽ കൂടുതൽ നേതാക്കൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പക്ഷെ ഒരൊറ്റ നേതാവേ ഉള്ളൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയ അപമാനം മറ്റൊന്നുമില്ല. ഇപ്പം ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന തലവാചകം തെറ്റാണെന്ന് താങ്കൾ പോലും പറഞ്ഞിട്ടുണ്ടായി. ആ പോസ്റ്ററുകളിലെല്ലാം ആ മന്ത്രിസഭയിലുള്ള ആളുകളുടെ മന്ത്രിമാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഓൺലി പിണറായി വിജയന്റെ മാത്രം ഫോട്ടോ. ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഇത് തന്നെ ആപ്ലിക്കബിൾ ആണോ നരേന്ദ്രമോദിക്ക്? വളരെ വൃത്തികെട്ട പണിയാണോ പുള്ളി ചെയ്യുന്നത്? അപ്പൊ അത് അങ്ങനെയാണ് അതിനകത്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ എന്താ അതിനെ എതിർക്കാത്തത്? അപ്പൊ നരേന്ദ്രമോദിയെ കമ്പയർ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർക്കാത്തത്? ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിയട്ടെ. താങ്കൾ ഇപ്പൊ പറയുന്നത് നരേന്ദ്രമോദി അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. CPM എന്താ ചെയ്തതെന്ന് CPM ആണ് ന്യായീകരിക്കേണ്ടത്. ഞാൻ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറോ സംസ്ഥാന കമ്മിറ്റി മെമ്പറോ പോലെ ലോക്കൽ കമ്മിറ്റി മെമ്പറോ പോലുമല്ല. ഞാൻ ചോദിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് അതായത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒറ്റയാൾ ഒരു നേതാവ് മാത്രമായിട്ട് കാണിക്കുമ്പോൾ അത് വിമർശിക്കപ്പെടണമെങ്കിൽ അതെങ്ങനെയാണ് ഒരു CPM-ന്റെ പിണറായി വിജയന് മാത്രം ബാധകമാകുന്നതെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് മോദിക്ക് ബാധകമാകുന്നത്? ഞാൻ തെറ്റാണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ ചോദിക്കുന്നത് അത് തെറ്റാണെങ്കിൽ ഇഫ് ദാറ്റ് ഈസ് റോങ് then why നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റേ ഈ മോദിയെ പറയാത്തത്? ഒരു മിനിറ്റ് തീർന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പറയാത്തത്? കേരളത്തിലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും അല്ലാത്ത രാഹുൽ ഗാന്ധിയാണ് ഇന്നും അതിന്റെ ഒരൊറ്റ നേതാവ്. എന്തുകൊണ്ടാണ് നിങ്ങൾ താങ്കൾ പറഞ്ഞു വരുന്നത്? അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ CPM-ന് അല്ല, അവരൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നില്ല? ഇത് തെറ്റാണെങ്കിൽ മാധ്യമങ്ങൾ വിമർശിക്കുന്നില്ല. താങ്കളുടെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരിക്കും പുള്ളിനെ മാത്രം ഉയർത്തി കാണിക്കാമോ, രാഹുൽ ഗാന്ധിയെ മാത്രം ഉയർത്തി കാണിക്കാമോ? ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഓരോരോ കുറ്റങ്ങളായി കണ്ടെത്തി അത് കൃത്യമായി ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വരുന്ന ഇതാണല്ലോ. താങ്കൾ ഇപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നില്ല, പിണറായിയുടെ മാത്രം ഫ്ലെക്സ് വെച്ച്, അപ്പൊ താങ്കൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് മോദിയെ വിമർശിക്കാത്തത്, രാഹുൽ വിമർശിക്കാത്തത്? അപ്പൊ താങ്കൾ അടിസ്ഥാനമായിട്ട് പറഞ്ഞു വരുന്നത്
അതും തെറ്റാണ്, അപ്പൊ ഇതും തെറ്റാണ്. അല്ല, അപ്പൊ അതല്ല പറഞ്ഞ, ഇത് തെറ്റാണെങ്കിൽ, ഇത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് അതിന് ന്യായീകരണം അല്ല പറഞ്ഞോട്ടെ. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതേ അളവുപോലെ എന്താ ബാക്കിയുള്ളവരെ വിമർശിക്കാത്തതെന്ന് ഞാൻ ചോദിക്കും. അത് തെറ്റാണ്. അല്ല, നിങ്ങൾ അത് തെറ്റല്ല, അത് തെറ്റല്ല. അവര് പ്രചരണം നടത്തണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അവരൊരാളുടെ മുഖം വെച്ച് പ്രചരണം നടത്തും. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മുഖം രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഒരു ആശയം രജിസ്റ്റർ ചെയ്യില്ല. വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഡിബേറ്റ് എടുത്താൽ ഞാൻ റെഡിയാണ്. എന്റെ പൊന്നു സുഹൃത്തെ, EMS സുന്ദരയ്യ AKG സിന്ദാബാദ് എന്ന് എഴുതി വെച്ചപ്പോഴത്തേക്കും അത് മായിച്ചിട്ട് പായിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. വ്യക്തിപരമായി അത്തരം ആരെയും ഉയർത്തി കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടി മാറിയത് പിണറായി വിജയന്റെ കാലത്തല്ല. അതാണ് എന്റെ വാദം. VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ ഇതേ കാര്യം ഉണ്ടായല്ലോ, ആരും എതിർത്തില്ലല്ലോ. എന്താ എതിർക്കായിരുന്നു? VS അച്യുതാനന്ദനെയും കേരളത്തിൽ ഒറ്റ നേതാവിന്റെ ആണല്ലോ ഫേസ് കാണിച്ചിരുന്നത്. എന്താ എതിർക്കായിരുന്നത്? ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം VS അച്യുതാനന്ദൻ പോയി ഉദ്ഘാടനം ചെയ്തത് EP ജയരാജന്റെ കൺവെൻഷനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ആ EP ജയരാജന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷമുള്ള 140 മണ്ഡലങ്ങളിലെ പോസ്റ്ററുകളിൽ, പ്രത്യേകിച്ച് CPM മത്സരിച്ച എല്ലാ പോസ്റ്ററുകളിലും അതോടൊപ്പം VS അച്യുതാനന്ദന്റെ ഫോട്ടോ മാത്രം ഉണ്ടായിരുന്നു. ശരി, എന്താ കുറച്ച് താങ്കൾ പറഞ്ഞു വരുന്നത് അപ്പം പിണറായിയുടെ ഫ്ലെക്സ് അല്ല കാരണം എന്നാണ് പറയുന്നത്. പിണറായിയുടെ ഫ്ലെക്സ് അല്ല, പിണറായിയുടെ ഫ്ലെക്സ് ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് കൃത്യമായി അതിന് ഉപയോഗപ്പെടുത്തി, അതായത് പിണറായിയുമായി ബന്ധപ്പെട്ട എന്തിനേയും യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപരമായി കൃത്യമായി എന്ത് ചെയ്തതാണ്, അവര് ഉപയോഗപ്പെടുത്തിയതാണ്. ആ പ്രചരണം കൃത്യമായി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരുന്നു, ഇവിടെ നടപ്പിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ജനങ്ങൾക്ക് തോന്നി ശരിയാണ്. കാര്യം പറയട്ടെ, ഇനി വേറൊരു കാര്യം, ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ എന്താണ് ലക്ഷ്യം, അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഭരണപക്ഷം കാണിക്കുന്ന നെറികേടുകളെ പ്രചരണമായുധമാക്കി അല്ലാണ്ട് പിണറായി മഹാനാണെന്ന് കോൺഗ്രസോ BJP പറയേണ്ട ആവശ്യമുണ്ടോ? വെരി ഗുഡ്, വെരി നല്ല ചോദ്യം. ഉത്തരം പറയാൻ സമ്മതിച്ചാൽ വേറെ കുഴപ്പമൊന്നും ഇത്രയും കാലം പറഞ്ഞു ചോദ്യം കഴിഞ്ഞു. അവന് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഉണ്ടായിരിക്കണേ, ഒരു മിനിറ്റ്. അങ്ങനെ പിണറായി വിജയന്റെ 10 കൊല്ലത്തെ ഭരണത്തിനെതിരെ, ആ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നടപടികൾക്കെതിരെ ഇവർ ഉയർത്തിക്കാട്ടിയ ഒരു 5 കാര്യം പറഞ്ഞേ. ഒരു കാര്യമില്ല. പകരം അദ്ദേഹം കടക്കു പുറത്ത് എന്ന് പറയുന്നത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭരണപരമായ കാര്യമല്ല, വ്യക്തിപരമായ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഉയർത്തി കാണിച്ചിരുന്നു. PM ശ്രീ ഒപ്പിട്ടത്, അതായത് BJPയും CPM-ഉമായിട്ട് കൈകോർക്കാണ്, CJP ആണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം N ഷംസുദ്ദീൻ വന്ന് നിയമസഭയിൽ പറഞ്ഞു, ശരിക്കും പറഞ്ഞൊരു കുറ്റസമ്മതമാണ്, കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. പറഞ്ഞത് ഒപ്പിടാൻ നിർബന്ധിതരായതാണ് ആ ഗവൺമെന്റ്. കാരണം 2000 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു, വേറെ വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ പല കാര്യങ്ങളിലും U-ടേൺ അടിച്ചുകൊണ്ട് കൃത്യമായിട്ട് തിരിച്ചു പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു പ്രചരണ ആയുധമായിട്ട് എടുത്തു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ നുണ പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം നടത്തി. ആ പ്രചരണത്തിൽ എന്ത് ചെയ്തു, ജനം വീണു. അത് സ്വാഭാവികം. അങ്ങനെ ലോകത്ത് ഒരുപാട് CPM തോറ്റതിന് ഒരു കാരണമില്ല എന്ന് പറയുന്നത്. CPM തോറ്റതിന് കാരണങ്ങളുണ്ട്. പക്ഷെ തങ്ങൾ അറിയുന്ന പോലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ പ്രചരണത്തെ അതിജീവിക്കാൻ പറ്റാത്തതാണ്. ഞാൻ നല്ല അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ 3 മാസം മുമ്പ് 4 മാസം മുമ്പ് ഇത് പാർട്ടിയുടെ ചില നേതാക്കളോട് ഞാൻ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾ ഇപ്പം ചെയ്യണ പണി പോരാ, ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഇനി ഏറ്റവും ഒടുവിൽ 1 മാസത്തേക്ക് വലിയ പരസ്യം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും ഇവിടെ ഇരുന്ന് പറയാതെ, മനസ്സിലായി? അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയോ ഗൗതം? ശ്രദ്ധിച്ച് കേട്ടിട്ട് ഗൗതത്തിന്റെ ഹൃദയത്തിൽ തൊട്ട് സത്യം പറയുമെങ്കിൽ സമ്മതിക്കാം. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുക? ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴേക്കും കേരളത്തിലെ യൂട്യൂബേഴ്സ് എന്ന് വിളിക്കാവുന്ന ആളുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ പ്രോ സംഘപരിവാർ ആളുകളായിരുന്നു. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഐക്കണുകളായിരുന്നു എവിടെ ഭരിച്ചിരുന്നത് മുഴുവൻ. അത്തരത്തിലുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ സ്പേസ് CPM അങ്ങനെ തന്നെ അങ്ങ് കൈവിട്ടു. അവർ പുതിയ സാംസ്കാരിക നായകരും ചാനൽ ചർച്ചക്കാരും ഒക്കെ ആയിട്ട് രംഗത്തെത്തി. അവരുടെ വാക്കുകളും വിഷം കൂടുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നു. ഈ കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്കെല്ലാം ഒരു 6 മാസം 7 മാസം ഒരു 4 കൊല്ലം കൊണ്ട് ഒരു പിണറായി വിരുദ്ധത ആളി കത്തിച്ച ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മനസ്സിലായി. എന്താണെന്ന് അറിയാമോ? ഒരൊറ്റ കാര്യം മനസ്സിലായി, ഇതൊക്കെ ഞങ്ങൾ ആളി കത്തിച്ചാലും ഇവിടെ BJPക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, കോൺഗ്രസിനെയും ഈ പറയുന്ന പോലെ പ്രത്യേക ഒരു ഘട്ടത്തിൽ VD സച്ചിനെയും പിന്തുണക്കാന്ന് വന്നു. ആ പിന്തുണ എന്ത് ചെയ്തു, ശരിക്കും ഏറ്റു. അത്ര ഉള്ള കാര്യം. അതോടൊപ്പം ഈ ഏഷ്യാനെറ്റും മീഡിയ വണ്ണുള്ള ചാനലുകൾ, അതായത് 2 എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾ, ഒന്ന് പ്രോ സംഘപരിവാർ മീഡിയയുടെ സോഷ്യൽ മീഡിയനെയും തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മൗദൂദിസ്റ്റ് പറഞ്ഞ പോലെ ആശയങ്ങൾ പേറുന്നവരെയും ഒരുമിച്ച് പിടിക്കാൻ കഴിഞ്ഞു. ഒരുമിച്ച് പിടിക്കാൻ കഴിഞ്ഞത് ആരാണെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്നില്ല. ആ പിടിച്ചതിന്റെ ഗുണമാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി ഗൗതത്തോളക്കാട് തിരിച്ചു പറയാം. ഇപ്പൊ ഗൗതം ചോദിക്കാൻ നമ്മൾ അടുത്ത ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറയാം. ജനങ്ങളൊക്കെ ബുദ്ധിയുള്ളവരല്ലേ, അതുകൊണ്ട് അവരൊക്കെ വളരെ ഗംഭീരമായി ആലോചിച്ച് ഓട്ടി. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. നാളെ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നാലും ഇത് കട്ട് ചെയ്ത് ചിലപ്പോൾ വരുമെന്ന് എനിക്കറിയാം. വന്നോട്ടെ, കുഴപ്പമില്ല.
ഈ ലോകത്തെവിടെയും, അതായത് ഇന്തോനേഷ്യയിലാണെങ്കിലും തുർക്കിയിലാണെങ്കിലും ബാക്കി ലോകത്തെവിടെയും, ഈ പറഞ്ഞ പോലെ ബ്രിട്ടനിലാണെങ്കിലും, നിങ്ങൾ അറിയേണ്ടത് അമേരിക്കയിലാണെങ്കിലും ഒക്കെ തന്നെ ജനങ്ങളെ വളരെ കൃത്യമായി ഇപ്പൊ ആളുകൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന്റെ നമ്പർ 1 ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൊതുബോധത്തിന്റെ നിർമ്മിതി ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും CPM മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഇങ്ങനെ നിരന്തരമായിട്ട് ന്യായീകരണം നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ CPM തകരുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു ഗുണം അതുകൊണ്ടില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കാനും മറ്റ് എതിർചേരിയിലുള്ള ആളുകൾ നടത്തുന്ന പ്രചരണങ്ങളെ ക്രിയാത്മകമായിട്ട്, കേവലം ന്യായീകരണങ്ങൾക്കപ്പുറം ആളുകൾക്ക് കൺവിൻസിങ് ആവുന്ന ക്രിയാത്മകമായ യുക്തി വെച്ചിട്ട് എതിർക്കാൻ സാധിക്കും. 2 കാര്യങ്ങൾ കൂടി പറയട്ടെ. ഒന്ന്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിപക്ഷം പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ, ഞാൻ പോലും ഞെട്ടിപ്പോയ 2 കാര്യങ്ങൾ പറയും. ഒന്ന്, എൻ ഷംസുദ്ദീൻ പറഞ്ഞ കാര്യം, PM ശ്രീ ഒപ്പിടേണ്ടി വന്നതാണ്. ആരാ പറയുന്നത്? ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അതിന് തൊട്ടു മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചതെന്താണെന്നറിയാമോ? ഈ PM ശ്രീ നടപ്പിലാക്കിയാൽ, ആ നടപ്പിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാഠപുസ്തകങ്ങളിൽ നിന്നിറങ്ങിപ്പോയ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തിയാൽ തിരിച്ചു കൊണ്ടുവരും, PM ശ്രീ കടലിലെറിയും. ഇപ്പൊ പറയണത് എന്താണെന്നറിയാമോ? അവിടെ നിൽക്കുന്നോട്ടെ എന്നാണ്. ഇറങ്ങിപ്പോയ ഗാന്ധിജിയോട് നെഹ്റുവിനോടൊക്കെ പറയാം, അവിടെ നിന്നോ, അവിടെ എങ്ങനെ കിടക്കും, കുഴപ്പമില്ലെന്ന് പറഞ്ഞ പാഠപുസ്തകത്തിൽ തിരിച്ചു വരണ്ട. യഥാർത്ഥത്തിൽ അതെല്ലാം വടിവത്തക്ഷരത്തിൽ ആര് പറഞ്ഞു? എൻ ഷംസുദ്ദീൻ പറഞ്ഞു, നിയമസഭക്കകത്ത് പറഞ്ഞു. നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. ആ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നിങ്ങളുടെ CPMന്റെ പണം പാർക്ക് ചെയ്യാനുള്ള അദാനിയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? PK ബഷീർ മാറ്റി പറഞ്ഞു. അത്രേ ഉള്ളൂ. KK രാഗേഷ് പറഞ്ഞ കാര്യം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അതായത് പള്ളിയും മതമൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അത് ശരിയാണോ? 100%. അതിനെന്താ വ്യത്യാസമുള്ളു? അപ്പൊ ചിലർ ചോദിക്കും അതും ഒരു തോൽവിക്ക് കാരണമാണ്. തീർച്ചയായിട്ടും. അത് ആളുകളെ അങ്ങനെ എന്ത് ചെയ്തു? ഈ സംഘപരിവാർ പ്രൊപ്പഗാൻഡ അജണ്ടകൾ ആളുകളെ അങ്ങനെ വിഭാഗീയമായി ആക്കി തീർക്കുകയും ആ വിഭാഗീയമായിട്ടുള്ള പോളറൈസേഷൻ ഒരു സൈഡിൽ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷെ ഇത് കോൺഗ്രസ് അടക്കം മനസ്സിലാക്കേണ്ടത് താൽക്കാലിക ജയമാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജനപോരായിരിക്കുന്നത് BJPക്കാണ്. കാരണം ഇതിങ്ങനെ തന്നെ നീണ്ടുപോകും. ഒരു സംശയമില്ല കാര്യത്തിൽ.